പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് അമേരിക്കയുടെ കാര്യം. അമേരിക്ക നിരന്തരം ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഭീഷണികൾ, ബ്രിക്സുമായി ബന്ധപ്പെട്ട ഭീഷണികൾ എല്ലാം നടത്തുന്നു. എന്നാൽ അമേരിക്കയ്ക്ക് ശക്തമായ രീതിയിലുള്ള മറുപടി കൊടുത്തത് ഇന്ത്യയാണ്. ലോക രാജ്യങ്ങൾ തന്നെ ഇത് അത്ഭുതത്തോടു കൂടെയാണ് നോക്കി നിൽക്കുന്നത്. ബ്രിക്സുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം 10% താരിഫ് എന്ന അമേരിക്കയുടെ ഭീഷണിയെ നരേന്ദ്രമോദി നേരിട്ടത് ഇങ്ങനെയാണ്. അങ്ങനെ താരിഫ് നൽകാനാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? സൗത്ത് ഇന്ത്യയെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന വസ്തുത ഇപ്പോൾ അമേരിക്ക മനസ്സിലാക്കണം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കണമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ കാണിച്ചു കൊടുത്ത ആ പാതയിലൂടെ പിന്തുടർന്ന് മറ്റ് രാജ്യങ്ങളും ഇന്ത്യക്ക് പിറകെ അണിനിരക്കുകയാണ്. ഇതാണ് ഒരു ലോക നേതാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് അമേരിക്കയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബ്രസീലാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ചക്രവർത്തി എന്ന് വിളിച്ചുകൊണ്ടാണ് ബ്രസീൽ പരിഹസിച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് ഭീഷണികൾക്ക് ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസോ ലുല ഡി സിൽവ മറുപടി നൽകിയിരിക്കുകയാണ്. ലോകം മാറിയിരിക്കുന്നു. ഈ പുതിയ ലോകത്ത് ഒരു രാജ്യവും ചക്രവർത്തിമാരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ബ്രസീൽ പറയുന്നത്. ബ്രിക്സിൻ്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളിൽ ചേരുന്ന ഏതൊരു രാജ്യത്തിനും 10% അധിക താരിഫ് ഈടാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച മുന്നറിയിപ്പ് സ്വരത്തിൽ പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തായാലും ബ്രിക്സിൽ, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക ഉച്ചകോടിയുടെ സമാപന വേളയിൽ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡി സിൽവ നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ ഡോളറിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ലോകം വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് ലോകം മാറി, നമുക്കൊരു ചക്രവർത്തിയും ആവശ്യമില്ല. സാമ്പത്തിക വീക്ഷണകോണിൽ നിന്ന് ലോകത്തെ സംഘടിപ്പിക്കുന്നതിനുള്ള മറ്റൊരു മാർഗം കണ്ടെത്താൻ ബ്രിക്സ് ഗ്രൂപ്പ് ശ്രമിക്കുകയാണ്. മറ്റ് പ്രധാന ബ്രിക്സ് അംഗങ്ങളായിട്ടുള്ള റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവയും ഡൊണാൾഡ് ട്രംപിനോട് പ്രതികരിച്ചു. എന്നിരുന്നാലും ഇന്ത്യ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ബ്രിക്സ് ഗ്രൂപ്പ് മറ്റൊരു ശക്തിയുമായി മത്സരിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ പറയുന്നുണ്ട്. ആരെയും സമ്മർദ്ദത്തിലാക്കാൻ താരിഫുകൾ ഉപയോഗിക്കില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ്ങും ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് ബ്രിക്സുമായുള്ള സഹകരണം ഒരു പൊതുലോക വീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് മൂന്നാം രാജ്യങ്ങൾക്കെതിരെ ആയിരിക്കില്ല എന്ന് റഷ്യയും പറഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങളിൽ അമേരിക്കൻ വിരുദ്ധനെന്നാണ് ട്രംപ് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നാകെ ഇന്ത്യയുടെ പിറകെ അണിനിരന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.